നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 10, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് ആദ്യം ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് മാർക്കറ്റിന് തിരിച്ചു വരുവാനും സാധിക്കുകയുണ്ടായി. മാത്രവുമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ പോസ്റ്റ് ബൈയിങ് 4581.34 കോടി രൂപയ്ക്ക് വെള്ളിയാഴ്ച അവർ നടത്തുകയുമുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 25,500 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,650, 25,800 എന്നീ റേഞ്ചുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം 25,800 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവലിലേക്കുള്ള പ്രയാണം സാധ്യമാകുകയുള്ളൂ. അതേസമയം നിഫ്റ്റിയിൽ നിന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,300 എന്ന ലെവൽ അതിപ്രധാനമാണ് സപ്പോർട്ട് സൈഡിലേക്ക്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMA നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ 25,300 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നാണ് ലെൻസ്കാർഡ് സൊല്യൂഷൻസിന്റെ ലിസ്റ്റിംഗ് നടക്കാനിരിക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.89 എന്ന നിലയിലും മാക്സ് പെയിൻ 25,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഹയർ ലെവൽസിൽ ചെറിയ തോതിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. നിഫ്റ്റിയുടെ RSI നിലവിൽ 49.16 എന്ന ലെവലിലുമാണ്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതെങ്കിലും 25,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 25,300 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.91 എന്ന നിലയിലും മാക്സ് പെയിൻ 58,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് പോസിറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല RSIയും 60.03 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റി നിലവിൽ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ഉൾപ്പെടെ അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 58,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അശോക ബിൽഡ്കോൺ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായ ജയ്പൂർ ഡിവിഷനിൽ നിന്നും 539.35 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പതഞ്ജലി ഫുഡ്സ് ₹1.75 പെർ ഷെയർ എന്ന നിലയിൽ കമ്പനി ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 13, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. JSW സിമെന്റ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 64.4 കോടി രൂപ നഷ്ടം രേഖപ്പെടുത്തിയ കമ്പനി ഇത്തവണ 86.4 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. റവന്യൂവും 17.4% വളർച്ചയും രേഖപ്പെടുത്തി. ന്യൂലാൻഡ് ലബോറട്ടറീസ് പ്രോഫിറ്റിൽ 195% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 65.4% ഉയർച്ചയും രേഖപ്പെടുത്തി. നാൽക്കോ പ്രോഫിറ്റിൽ 36.7% വർധനവാണ് രേഖപ്പെടുത്തുക
രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂവിലും 7.3% വളർച്ചയും രേഖപ്പെടുത്തി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രോഫിറ്റ് 35% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 7.7% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. പോർട്സ് മോട്ടേഴ്സ് പ്രോഫിറ്റിൽ 159.7% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 7.2% ഉയർച്ചയും രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 141 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%ലേറെയും കൊറിയൻ മാർക്കറ്റ് 2%ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5%ലേറെ ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം $4,100 മുകളിലേക്ക് പോയെങ്കിലും വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നിലവിൽ $4,021 എന്ന നിലയിലായിട്ടാണ് ഗോൾഡിന്റെ വില നിലകൊള്ളുന്നതും. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.